തമിഴ്നാട്ടിലെ വീണ്ടും ഒരു ദുരഭിമാന കൊല കൂടി നടന്നിരിക്കുകയാണ്. IT പ്രൊഫഷണലായിട്ടുള്ള മാസം 2 ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങുന്ന ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യനെ പോലീസുകാരായിട്ടുള്ള ദമ്പതികൾ വെട്ടി കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത്. കാലം എത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇത്തരത്തിലുള്ള ജാതിവെറി മാറുന്നില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജാതിവെറിയുടെ കാര്യത്തിൽ കേരളം വളരെ കുറവ് വാർത്തകളെ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ തന്നെ ജാതിവെറി നിലനിൽക്കുന്നു എന്നാണ് ഇത്തരത്തിൽ വരുന്ന ഓരോ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുകാരാണ്, അഭ്യസ്ത വിദ്യരാണ്, എന്നിട്ട് പോലും സ്വന്തം മകളെ, ഒരു താഴ്ന്ന ജാതിക്കാരനായിട്ടുള്ള പയ്യനെ, അവൻ എല്ലാം കൊണ്ടും ക്വാളിഫൈഡ് ആണ്, നന്നായി പഠിക്കുന്ന, റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള, നല്ല ശമ്പളം വാങ്ങുന്ന നല്ലൊരു പയ്യനാണ്, എന്നിട്ട് പോലും ഒരു ജാതി എന്ന പ്രശ്നം മുൻനിർത്തിയിട്ട്, തങ്ങളെക്കാൾ താഴ്ന്ന ജാതിക്കാരനാണ് എന്ന ഒരു പ്രശ്നം മുൻനിർത്തിയിട്ട് ആ പയ്യനെ നിഷ്കരുണം വെട്ടിക്കൊലപ്പെടുത്തി. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ പിന്നോട്ടാണ് നടക്കുന്നതെന്ന് പലപ്പോഴും തോന്നാം. മുന്നോട്ട് നടക്കുന്നതിന് പകരം പുറകോട്ടാണ് നമ്മൾ നടക്കുന്നത്. കാരണം വിദ്യാസമ്പന്നരായിട്ടുള്ള ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്ത താഴ്ന്ന ലെവലിലുള്ള ആൾക്കാരുടെ ചിന്താഗതി എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു അവരായിരിക്കും കുറച്ചുകൂടി വിശാല മനസ്സോടുകൂടി, വിശാല ചിന്താഗതിയോട് ചിന്തിക്കുന്നതെന്ന്. വിദ്യാഭ്യാസം ഒന്നിന്റെയും മാനദണ്ഡം അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. കാഴ്ചപ്പാടുകളൊക്കെ മാറുകയാണ്. പണ്ടൊക്കെ നമ്മൾ പറയും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വിശാല മനസ്സും വിശാല കാഴ്ചപ്പാടും ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ തിരിച്ച് ചിന്തിപ്പിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ കൂടിയിട്ട് വിശാലമായി ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ് താഴെ തട്ടിലുള്ളതെന്നും, അതേ സ്ഥാനത്ത് ഉന്നത പദവിയിലിരിക്കുന്നവരും ഒരുപാട് പഠിച്ചവരുമായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ ജാതി, മതവും പണവും ഒക്കെ നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാരണം ഓരോ വാർത്തകളിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്ന പാഠങ്ങൾ അതാണ്. ഇനി എത്ര കൊലപാതകങ്ങൾ കൂടി ആവർത്തിക്കപ്പെടും ഇത്തരത്തിൽ? അതാണ് ചിന്തിക്കേണ്ട വിഷയം.